നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും രക്തസാക്ഷികളെയും അന്ധകരെയും ഓർമ്മിക്കുവിൻ. മനുഷ്യരുടെ ഉയർപ്പിൽ അവരെ ചൂടുന്ന ദൈവം അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സമൃദ്ധിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. സർവശക്തനും നിത്യമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യ അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് യേശു മിശിഹ മനുഷ്യ സ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാവകവും ഭയഭക്തിനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധ റൂഹായെ അക്ഷാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും അങ്ങയുടെ കൃപയാൽ പരിശുദ്ധവും സ്തുതരൂഹവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവസുതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. മരണമൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ പാത്രിയാർക്കീസുമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റു ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവും ആകുവാൻ വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനിയർക്കും വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര
അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും ആകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധ റൂഹ സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരുസന്നതിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമത്തെ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അഭിവാച്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ ഈ മർത്തിഗണം പരമോന്നതനായ അങ്ങേ പാടി സ്തുതിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധി അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാ ഉന്നതവേദിയിൽ ഹോശാന. ദാവീദിൻ സുതരോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ വീണ്ടും വരുവോരും ധന്യൻ. ഉന്നതവേദിയിൽ ഹോശാന ഹോശാന. ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യനായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനും അചലവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ പരിശുദ്ധ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്ത ജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയ വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ തെകുവിൽ അവൻ തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരെന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് വിലയർപ്പിക്കുകയും തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും
ദൈവികവുമായ ഈ രഹസ്യം ഈശോ പരിക്രമം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം വിനീതരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപമൂലമായി ഉയരായിരുന്നിട്ടും അങ്ങയുടെ കാരണതൃകത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധ റൂഹായുടെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ഈ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരിക്രമം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹനീയമായ രക്ഷയെ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയാത്മാവോടും കൂടെ ഞങ്ങളുടെ മഹനീയമായ ത്രിത്വത്തിന് മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കുവാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗതകളും സഭയിൽ നിന്നകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ പിതാമ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മറിയൗസ്യ മെത്രാപ്പൊലിത്തായും മറ്റെല്ലാ മെത്രാപ്പൊലിത്താമാരും മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, ഇവിടെ മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സത്പ്രവർത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാൻ ഇടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ഈ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ അങ്ങയുടെ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയും വത്സരത്തിന്റെ വിളവുകളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തു നിന്നും സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിനും ഇടയാക്കണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്നെല്ലാം മനുഷ്യര് പറയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ.
അങ്ങനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെ സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമാണെന്നും അവർ കേട്ടി. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധ റൂഹായാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ പ്രസാദിക്കണമേ. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങളുടെ ഈ കൃപാനയുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ചുവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ഉദ്ധൃതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ വെറുതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മശരീരങ്ങളുടെ രക്ഷയ്ക്കും നിത്യമകത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. പൂജ്യമായിട്ട് സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും യോഗ്യമാവിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവാദിയമേ, പാവമാലിന്യങ്ങൾ കരി ഞങ്ങളുടെ സ്നേഹത്തിന്റെ ദൈവം തന്നെ പൊരുതാക്കി പോയി ഞങ്ങൾ വെളിപ്പെടുത്തി നിൽക്കുന്ന ശുശ്രൂഷകരെ സ്വന്തമാക്കണമേ. കർത്താവായ ദൈവമേ, നിങ്ങളുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ മിശിഹായുടെ തിരുക്കളുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി വെളിപ്പെടുത്തുകയും പാമോശങ്ങളായ തിരുശരീരങ്ങളെയും സ്വന്തപരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമടങ്ങി കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടി അവിടുത്തെ പീഡാനുഭവത്തെ സ്മരിക്കുകയും ഉദ്ധാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ധൈഷണികവുമായ ആത്മാവും സ്വീകരിച്ച മനുഷ്യനായി അവിടുന്ന് തന്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിന്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിന്റെ ആദിഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടി നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.